എന്ത് പറഞ്ഞാലും പെട്ടിയിലുള്ള വോട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്നില്ല അല്ലേ? തുടങ്ങിയതാണ്. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും പെട്ടിയിലുള്ള വോട്ട് അങ്ങോട്ടും അറിയുന്നില്ലല്ലോ. LDF അനുകൂലമായ സാഹചര്യമാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. ആകാംക്ഷയോടുകൂടി പുലർച്ചെ മുതലേ ആളുകൾ ടെലിവിഷൻ കാണുന്നവരുണ്ട്. വെറുതെ ഓവർ ടെൻഷനാവണ്ട, എന്തായാലും ഇനി അധികം സമയമില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ജനാധിപത്യത്തെ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ജനാധിപത്യ അവകാശം, പൗരൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ അവകാശമായ വോട്ട് ചെയ്യുന്നു. അതിൻ്റെ കൗണ്ടിങ് ദിനം അതെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നു. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജനാധിപത്യത്തെ നല്ല നിലയിൽ വിനിയോഗിച്ച് എല്ലാവരെയും പ്രത്യേക അഭിവാദ്യം ചെയ്യുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടർന്നും കേരളത്തിൽ ഭരണത്തിൽ വരും. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബേപ്പൂർ മണ്ഡലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അന്ന് പറഞ്ഞു 2021 സർവകാല റെക്കോർഡ് വോട്ട് 82,000. ആ വോട്ടിനേക്കാൾ അധികം വോട്ട് വാങ്ങി മികച്ച വിജയം നേടും. ഇന്നലെ PV Anwar ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ആദ്യം കോർപ്പറേഷനാണ്, അവിടെ ലീഡ് വരും, പിന്നീട് നഗരസഭ ഉണ്ടുമ്പോൾ ഞങ്ങൾ കയറുന്നൊക്കെ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ എന്താവും? ജില്ലയിലെ അവരവസ്ഥ മൊത്തത്തിൽ LDF അനുകൂലം. ഓക്കെ.